ശ്രീ ലത്തീഫ് പറമ്പിൽ ഇവിടെ കൃഷ്ണപ്രസാദ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറു പുഞ്ചിരി മതി, അവിടെ നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. എം ഡിയുടെ പൊതുവായ സ്വഭാവ രീതി അങ്ങനെ ആയിരുന്നോ? എം ഡി എന്തെങ്കിലും മനസ്സ് തുറക്കാറുണ്ടായിരുന്നോ? തൻ്റെ സിനിമകളെപ്പറ്റി, തൻ്റെ കഥകളെപ്പറ്റി ഒക്കെ അദ്ദേഹം ലത്തീഫുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നോ? അത്തരം കാര്യങ്ങൾ കൂടി. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് മലയാളം വാരികയിൽ വാരാണസി എന്ന എം ടിയുടെ അവസാനത്തെ നോവൽ പ്രസിദ്ധീകരിച്ചു വരുന്ന സമയം. അതിൻ്റെ അന്നത്തെ പത്രാധിപർ എസ് ജയേന്ദ്രൻ നായർ, ഞങ്ങൾ ആദരപൂർവ്വം എസ് ജെ എന്ന് വിളിക്കും, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത ഒരു ലക്കം എം ടിയുടെ വാരാണസി നോവൽ തുടങ്ങുന്ന ലക്കാണ്, അതിലേക്ക് എം ടിയുടെ ഒരു ഇൻ്റർവ്യൂ വേണം എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ഞാൻ ഒന്ന് ഭയന്നു. കാരണം ഉള്ളിൽ വലിയ ആഗ്രഹമാണ്, എം ടിയെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യണം എന്നുള്ളത് വലിയ ആഗ്രഹമാണ്. പക്ഷേ എനിക്കതിന് പറ്റുമോ? കാരണം അതേവരെ എം ടിയെ ഇൻ്റർവ്യൂ ചെയ്ത പല ആളുകളും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂ ചെയ്യാൻ പോയിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് വേർത്ത് കുളിച്ച് ഒന്നും പറയാൻ കഴിയാതെ തിരിച്ചു പോകുന്ന ഒരു അനുഭവം ശ്രീ പ്രതാപൻ തായാട്ട് ഒരു ലേഖനത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുന്നിലുണ്ട്. പക്ഷേ കൈവന്ന അവസരം ഒരു വലിയ അവസരമാണ്. ഏതായാലും ഞാൻ എസ് ജെയോട് പറഞ്ഞു, ശരി, ഞാൻ ചെയ്തു കൊള്ളാം. അങ്ങനെ ഒരു ധൈര്യത്തിന് ഏറ്റെടുത്തു. അങ്ങനെ എം ടിയെ ഇൻ്റർവ്യൂ ചെയ്തു. ഏകദേശം 3 മണിക്കൂറോളം ആ ഇൻ്റർവ്യൂ നീണ്ടു നിന്നിരുന്നു. പക്ഷേ ഞാൻ ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ല. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനോട് സംസാരിക്കുന്ന അത്രയ്ക്ക് ഒരു സ്നേഹവാത്സല്യവും കരുതലും എന്നിൽ ചൊരിഞ്ഞ ഒരു സംഭാഷണമായിരുന്നു അത്. ആ 3 മണിക്കൂർ എന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി അദ്ദേഹം വളരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ ഇൻ്റർവ്യൂ കവർ ഇൻ്റർവ്യൂവായി പ്രസിദ്ധീകരിച്ചു വന്നപ്പം കാരശ്ശേരി മാഷ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എങ്ങനെ ഇങ്ങനെ ഇത്രയും വലിയൊരു ഇൻ്റർവ്യൂ എങ്ങനെ സംഘടിപ്പിച്ചു എന്ന് ചോദിച്ചു. കാരണം അന്ന് എം ടി കുറച്ച് നിശബ്ദമായിട്ടിരിക്കുന്നൊരു സമയമായിരുന്നു. ആ ഇൻ്റർവ്യൂ ഒരു വലിയ ബ്രേക്ക്, എൻ്റെ എഴുത്തിൻ്റെ ജീവിതത്തിൽ തന്നെ വലിയ ബ്രേക്കായി മാറിയ ഇൻ്റർവ്യൂ ആണ്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, ഞാൻ ഇവിടുന്ന് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു ഫോട്ടോഗ്രാഫറെ കൂടെ കൊണ്ടുപോയിരുന്നു, അപ്സര ഉദയൻ എന്ന് പറഞ്ഞിട്ടൊരാളെ. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അദ്ദേഹത്തിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്ന പോലെയൊക്കെ എല്ലാ പോസുകളിലും 10ഓ 50ഓ ഫോട്ടോ എടുത്തത് ഇന്നും ഞാനത് ഫോട്ടോകൾ സൂക്ഷിക്കുന്നുണ്ട്. മലയാളം വാരികയിൽ അച്ചടിച്ചു വന്ന ഫോട്ടോകളാണത്. അപ്പോൾ ഈ എം ടിയെക്കുറിച്ചാണോ എല്ലാവരും ധാർഷ്ട്യക്കാരനാണ്, ചിരിക്കാത്ത ആളാണ് എന്നൊക്കെ പറയുന്നത് എന്ന് ഞാൻ അന്ന് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഒരു 40 വർഷം മുമ്പ് എനിക്ക് മാതൃഭൂമിയിൽ നിന്നും അന്നത്തെ പത്രാധിപരായിരുന്ന എം ടി അയച്ചൊരു കത്തിനെ കുറിച്ചുകൂടി പറയാതെ വയ്യ. അന്ന് നിരന്തരം കഥകളും കവിതകളും ലേഖനങ്ങളും ഒക്കെ ആഴ്ചപ്പതിപ്പിന് അയച്ചുകൊണ്ടിരിക്കും. ഒന്നും പ്രസിദ്ധീകരിച്ചു വരാതെ നിരാശനായി കഴിയുന്ന സമയത്ത് അതിൻ്റെ പത്രാധിപർക്ക് ഒരു കത്തെഴുതിയതാണ്. പക്ഷേ ഒരു വലിയ പത്രസ്ഥാപനത്തിൽ ഇതുപോലെ 100 കത്തുകൾ വരുന്നുണ്ടാകുമെന്നും അതിൻ്റെയൊക്കെ സ്ഥാനം ചവറ്റുകൊട്ടയിലായിരിക്കുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അങ്ങനെ ഒരു കത്തെഴുതിയത്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്. ഹലോ, കേൾക്കാവോ? കേൾക്കാം ലത്തീഫ്, കേൾക്കാം, തുടരാം. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തപാൽക്കാരൻ വീട്ടിൽ ആ കത്ത് കൊണ്ടു തരികയായിരുന്നു. ആ കത്ത് വായിച്ചപ്പോൾ അന്ന് സത്യത്തിൽ ലോകം കീഴടക്കിയ പ്രതീതിയായിരുന്നു. അങ്ങനെ ഒരു കത്ത് കിട്ടിയ ഒരു പത്രാധിപരുടെ മുന്നിലാണ് ഞാൻ ഈ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നത് എന്നുള്ള ആ ഭയം ഒട്ടും ഉണ്ടായില്ല എന്നുള്ളതാണ് എം ടിയുടെ ആയിട്ടുള്ള ആ സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും അതേപോലെ തന്നെ പലരും എം ടിയെ കുറിച്ച് പറയാറുണ്ടല്ലോ. അതെ, നമ്മൾക്ക് അത്തരം നിരവധി മുഹൂർത്തങ്ങൾ പലർക്കും പറയാനുണ്ടാകും.